മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EVM മെഷീനിൽ പൊരുത്തക്കേട് കണ്ടെത്താനായിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ ദിനം ചട്ടപ്രകാരം VVPATകൾ എണ്ണിയിട്ടും ക്രമക്കേടുകൾ കണ്ടെത്താനായില്ല. പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ പരാതിപ്പെട്ട മണ്ഡലങ്ങളിലെ VVPAT സ്ലിപ്പുകൾ പിന്നീട് പരിശോധിക്കും. EVMനെതിരെ മഹാരാഷ്ട്രയിൽ കൂടുതൽ ഗ്രാമങ്ങൾ പ്രമേയം പാസാക്കിയിട്ടുമുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ശ്രീനാഥ്, ഇപ്പോൾ അത്തരത്തിൽ ഒരു ക്രമക്കേടും കണ്ടെത്തിയിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണവും നിലപാടും ഒക്കെ വന്നിരിക്കുന്നത്, റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇനി പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം? റിജിത്ത്, EVMുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ അതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നൊരു ആരോപണം ശക്തമാക്കുകയും VVPAT സ്ലിപ്പുകൾ എണ്ണണമെന്ന് ഔദ്യോഗികമായി തന്നെ അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇനി നടക്കേണ്ടതുണ്ട്. ആ സമയമാണ് വോട്ടെണ്ണൽ ദിനം, അതായത് നവംബർ 23 നടത്തിയ ചട്ടപ്രകാരം നടത്തിയ ഒരു പരിശോധനയെക്കുറിച്ചുള്ള വിവരം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. അന്ന് ചട്ടപ്രകാരം ഓരോ മണ്ഡലങ്ങളിലെയും 5 ബൂത്തുകളിലെ EVM VVPAT സ്ലിപ്പുകൾ തമ്മിൽ ഒത്തുനോക്കിയതാണ്. അന്ന് ഏതെങ്കിലും തരത്തിലൊരു ക്രമക്കേട് കണ്ടെത്തിയിട്ടില്ല. അതൊരു റാൻഡം പരിശോധന മാത്രമാണ്. അത് ചട്ടപ്രകാരം നടത്തേണ്ടതുമാണ്. എന്നാൽ EVMനെ കുറിച്ചുള്ള പരാതികളെ തുടർന്നുള്ള പരിശോധന അതിനി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുടെ ഒരു അവസാനമായി കണക്കാക്കാൻ കഴിയില്ല. ഒരു തരത്തിൽ ഈ വാർത്താക്കുറിപ്പ് പരിശോധിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്തിമമായ ഒരു പ്രഖ്യാപനമല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതേസമയം EVMനെതിരെ കൂടുതൽ ഗ്രാമങ്ങൾ മഹാരാഷ്ട്രയിൽ രംഗത്ത് വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ മർക്കഡ്വാടി എന്ന ഗ്രാമത്തിൽ ബാലറ്റ് ഉപയോഗിച്ച് പ്രതീകാത്മക വോട്ടെടുപ്പ് നടത്താൻ ജനങ്ങൾ തുനിഞ്ഞതും അത് പോലീസ് തടഞ്ഞതും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിലെ സത്താരയിലെ കോലാവാടി എന്ന ഗ്രാമത്തിലെ ഗ്രാമസഭ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഇനി മുതൽ തെരഞ്ഞെടുപ്പുകൾ ബാലറ്റിൽ വേണം എന്നതാണ് ആ പ്രമേയത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. കൂടുതൽ ഗ്രാമങ്ങൾ നിലപാടുമായി രംഗത്തെത്തുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ വിവരങ്ങൾ നൽകിയത്.